ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വേളൂർ ക്ഷേത്രത്തിൽ. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് കണ്ടവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകണം. അത് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ രാവിലെ ഇന്നിപ്പം സാമ്പാർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പേ വെച്ചു. പിന്നെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്നും ഈ ചപ്പാത്തിയും സാമ്പാർ അങ്ങനെയാണല്ലോ കൂടുതലും കോമ്പിനേഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇടിയപ്പത്തിനുള്ള വെള്ളം ചൂടാക്കി അത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് സാമ്പാറാണ്. ഇന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക നമുക്കറിയാം തോരൻ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ താല്പര്യമില്ല. വറുത്തരച്ച് കറി വെച്ചാൽ പിന്നെ ഇവിടെ ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ കൊണ്ടാട്ടം ഉണ്ടാക്കണം. കൊണ്ടാട്ടം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 1 കിലോ പാവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കണം. അന്നത്തേക്ക് അച്ചുക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അച്ചുക്കുട്ടന് അമ്പലത്തിൽ പോകാനായിട്ട് അവനൊരു കറുത്ത ജീൻസ് ഉണ്ട് കേട്ടോ. ആ ജീൻസാണ് ഭയങ്കര ഇഷ്ടം. അത് കഴുകിയിട്ടാൽ മതിയെ, വേറെ കഴുകിയിടണ്ട, അമ്മയ്ക്ക് അറിയത്തില്ല എനിക്ക് ജീൻസാണ് ഇഷ്ടം എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഞാൻ ജീൻസ് തന്നെ കഴുകിയിട്ടേ, പക്ഷേ ആ ബ്ലാക്ക് കളറല്ല, അതിട്ടിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അത് നരച്ചു തുടങ്ങി ആ കളറ്. അപ്പോൾ ഈ ബ്ലാക്ക് ആകുമ്പോൾ നരച്ച് കഴിഞ്ഞാൽ കൊള്ളിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം കഴുകിയിട്ടാണ്. അപ്പോൾ അതിന് രാവിലെ തന്നെ ഒച്ചപ്പാടാണ്. അവൻ എന്തെങ്കിലും ഒരു വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. അപ്പോൾ അങ്ങനെ അവനവിടെ ഇരിപ്പുണ്ട്. ധ്യാനൂട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ, ബിനോട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ ഇടിയപ്പത്തിന് കുഴച്ച ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചല്ലേ ഉണ്ടാകുന്നുള്ളൂ. ഇനിയിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അങ്ങനെ ഇടിയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കുമ്പോഴേ ഈ ഒരു അച്ഛനകത്ത് ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് ഇടുക, പുരട്ടിയിട്ട് മാവിടുക കേട്ടോ. അല്ലെങ്കിൽ അന്നേരം നമുക്കത് ഇറങ്ങിപ്പോരാൻ എളുപ്പമുണ്ട്. പിന്നെ ടൈറ്റ് ആവാണ്ട്, അതായത് മാവ് ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്, ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. അപ്പോൾ അത് നമുക്ക് കുഴച്ച് വരുമ്പം കൂടുതൽ ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്കത് കറക്കാൻ ഭയങ്കര പാടായിരിക്കും. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ വെള്ളം പോലെ ഊർന്നിറങ്ങി വരും. രണ്ടുമല്ല, പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിയപ്പം ഞാനങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് ഉള്ള കടുക് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു, എന്നിട്ടവിടെ മാറ്റി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ കടുക് താളിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഞാൻ ഈ വീഡിയോ വിളിക്കുമ്പോൾ പ്രശ്നം കേട്ടോ. ശരിക്കും ആദ്യം ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടാണ് കടുകിടേണ്ടത്, അല്ലെങ്കിൽ ഉലുവ നന്നിട്ട് പൊട്ടി വരികയില്ലെന്ന് പറയണേക്കാം. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, ഇങ്ങനെ പറയണേക്കാം കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. എന്തായാലും ഇന്നിപ്പം കടുകിട്ട് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടെ. അപ്പോൾ അതാ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും ഇച്ചിരി കായ അധികം ഇടും. ഞാൻ സാമ്പാറിന് കായ ഇച്ചിരി അധികം ഇടും, എന്നാലേ സാമ്പാറിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ. എനിക്കതാണ് ഇഷ്ടം, കായത്തിൻ്റെ ഫ്ലേവർ വെച്ച് മുമ്പോട്ട് വെക്കണം, എന്നാൽ കായ ചവയാവും ചെയ്യരുത്. അപ്പോൾ അതെല്ലാം കൂടെ താളിച്ച് ഇതാ ഇട്ടു. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചാൽ മതി. ഇന്നത്തെ സാമ്പാറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? തക്കാളിക്ക് ഇല്ലാത്ത സാമ്പാറാണ്. എന്തിൻ്റെയൊക്കെ കുറവുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് കിഴങ്ങ് അതുകൊണ്ട് 2 ഇട്ടു, തക്കാളിക്ക് തീർന്നു പോയായിരുന്നു. അപ്പോൾ പിന്നെ അതാ ഇച്ചിരി കുറുകിയും പോയി കേട്ടോ സാമ്പാർ. പിന്നെ അത് എന്നാ പറയണേ, നീട്ടാനൊന്നും പോയില്ല. വേറെ ഒന്നുമല്ല, സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല. ചപ്പാത്തി ചായക്കൊക്കെ ഇഷ്ടമുള്ളൂ. പിന്നെ എന്തെങ്കിലും മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എന്താ പറയണേ, മീനും മത്തി വാങ്ങിച്ചത് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ചിക്കനും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ പോകണ കാരണം കുറച്ച് 2 ദിവസമായിട്ട് നോമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അതെടുക്കലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. മുറ്റടി കഴിഞ്ഞ് കയറി വന്നിട്ട് അച്ചുക്കൂട്ടനും ധ്യാനൂട്ടനുള്ള ചായ എടുക്കുവാണ്. ആ കൂടെ ഞാനും ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാർ ഇടിയപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല, പിന്നെ കഴിക്കും, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടാക്കണമെന്ന്, കൊണ്ടാട്ടം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിന് ഇഡ്ഡലി പാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നിന്നുള്ള ഇടിയപ്പമൊക്കെ മാറ്റി അന്നുവെച്ച് അതൊക്കെ കഴുകിയെടുക്കുവാണ് കേട്ടോ.
അപ്പോൾ ഇന്നലെ പാവയ്ക്ക കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചത്. പിന്നെ ചുമ്മാ ഒന്ന് കഴുകിയാൽ മതിയായിരുന്നു. അപ്പോൾ അതിനെ നന്നായിട്ട് കനം കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കില്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് കനം കുറച്ച്, മാക്സിമം നമ്മൾ കനം കുറച്ച് തന്നെ വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിനകത്ത് കുരുവൊന്നും നമ്മൾ നീക്കം ചെയ്യണില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കത്തിയാൽ ഇങ്ങനെ തടയണ കുരുവാണ് ഞാൻ എടുത്ത് മാറ്റിയിടുന്നത്. ബാക്കി അങ്ങനെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല കൊണ്ടാട്ടം ഉണങ്ങുമ്പം. ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ വായി വെക്കാൻ കൊള്ളില്ല. വീട്ടിലുണ്ടാക്കണമെങ്കിൽ എനിക്കതാട്ടോ ഇഷ്ടം. കടയിൽ നിന്ന് വാങ്ങണേ ഭയങ്കര വിലയായിരിക്കും. 5 8 10 കഷ്ണം കാണും താനും, അന്യായ വിലയും. അപ്പോൾ ഞാനാണെങ്കിൽ 2 പാവയ്ക്ക കുഞ്ഞത് മാറ്റി വെച്ചു, ബാക്കി 3 എണ്ണമാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത്. അപ്പോൾ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണങ്ങി വരുമ്പോൾ അറിയാം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം മില്ലിൽ നിന്നല്ല മുളക് പൊടി വാങ്ങിച്ചത്, ഈ ഈസ്റ്റേണിൻ്റെ മുളക് പൊടി വാങ്ങിച്ചു കേട്ടോ. അത് നമ്മൾ ഈ മില്ലിൽ നിന്ന് നല്ല മുളക് പൊടി വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് ഈ റെഡിമെയ്ഡ് മുളക് പൊടി വാങ്ങുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ്. എനിക്കതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് എന്തോ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചേ ഇട്ടുള്ളൂ. ബാക്കി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. കാശ്മീരി മുളക് പൊടി നമ്മൾ പൊടിച്ച് വാങ്ങിച്ച് വെച്ചേക്കണത് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് ചേരാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടല്ല, മറ്റേ പരന്ന തട്ടില്ലേ പ്ലേറ്റ് പോലെ ഇരിക്കണേ, ആ തട്ട വെച്ചേക്കണേ കേട്ടോ. എന്നിട്ട് 2 ട്രിപ്പായിട്ട് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളിത് വെക്കണത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരമൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ ഈ സാധനം വാടി വരും. കൂടിപ്പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ. അതിനിടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ ആവി കയറാൻ വെച്ച സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഈ പാവയ്ക്ക കൊത്തി അരിയാണ് കേട്ടോ. ഇത് നമുക്ക് തോരൻ വെക്കാനായിട്ടാണ്. ഞാൻ എത്ര മാത്രം കൊത്തി അരിഞ്ഞാലും മുന്നോട്ടും പറയും പാവയ്ക്ക് കഷ്ണമായിട്ട് എന്നെ വെട്ടിയിട്ടേക്കെന്ന് അറിയാം. എത്ര മാത്രം ഞാൻ നൈസായിട്ട് അരിയാൻ ശ്രമിക്കേണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇതൊക്കെ കത്തിക്ക് നല്ല മുറിച്ചുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇതായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ എന്നാലും അത്യാവശ്യം ഒരു ഇതായിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല കൊത്തി അരിഞ്ഞാൽ വന്നത്. ബിനോട്ടിന് എന്തോരം കൊത്തി അരിഞ്ഞാലും മതിയാവിയതാ. അപ്പോൾ അങ്ങനെ അതരിഞ്ഞു. അന്നേരത്തെ നമ്മുടെ എന്താ പറയണേ, ഇത് ആവി കയറിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചരിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മിക്സ് ചെയ്തിടാന്നോർത്ത് മിക്സ് ചെയ്തിടാൻ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ആയിട്ടോ. പെട്ടെന്ന് ഒത്തിരി നേരം നമുക്കിത് വെക്കണ്ട, വെന്ത് പോവുകയും ചെയ്യരുത്. പതിയെ ഒന്ന് വാടി വന്നാൽ മതി. എന്നിട്ട് പിന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പും കൂടി വെച്ചു കേട്ടോ. അപ്പോൾ മുറ്റത്തിങ്ങനെ വെയിലൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ബിനുവേട്ടൻ നിങ്ങളുടെ കൂടി ഇത് പരത്താനൊക്കെ ആയിട്ട് കേട്ടോ. പരത്താന്ന് പറഞ്ഞാൽ ഓരോന്ന് നമ്മളിങ്ങനെ തൊടാണ്ട് വെക്കണം. അപ്പോൾ അങ്ങനെ പെറുക്കി വെക്കുവാണ്. പിന്നെ കടലാസയിലാണ് വെക്കണത്. എല്ലാവരും ഇപ്പോൾ എന്നെ ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്. കടലാസയിൽ നിന്ന് വിഷാംശം കൂടുതലായിട്ട് ഇളകുന്നു, അതൊക്കെ അറിയാം കേട്ടോ. പക്ഷേ വേറെ വെക്കാൻ എനിക്കൊരു മാർഗ്ഗവും ഇല്ല. പ്ലാസ്റ്റിക്കേ വെക്കാൻ പറ്റിയല്ല. അപ്പോൾ പിന്നെ ഇതേ ഞങ്ങൾക്ക് വെക്കാനായിട്ട് മാർഗ്ഗമുള്ളൂ. മുറയില്ല, പായോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് പേപ്പറേ വെച്ചു. അപ്പോൾ ഇനി ഒരു മുറം വാങ്ങണം, ഒരു ചെറിയൊരു പായ എന്തെങ്കിലും വാങ്ങണം, ഇങ്ങനെ എന്തെങ്കിലും ഉണങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ തന്നെയാണ് വെച്ചത്. എല്ലാവരും ഇപ്പോൾ മിക്കവാറും എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ സ്ഥിരം കമൻ്റായിരിക്കും ഇത്. കാര്യങ്ങളെല്ലാം അറിയാം, നമുക്കറിയാം ഇതിൻ്റെ വിഷാംശം ഉണ്ട്, എല്ലാം അറിയാം. പക്ഷേ എന്നാലും നമുക്ക് നിവൃത്തിയോടും കൊണ്ട് അത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് പരത്തി വെക്കുകയാണ്. അങ്ങനെ അതോടെ വെച്ചതിന് ശേഷം പാവയ്ക്ക തോരൻ വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അത് പ്രത്യേകിച്ചും കാണിക്കാനില്ലോ. എണ്ണ കടുക് കളിച്ചിട്ട് പാവയ്ക്ക ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിഴിഞ്ഞിറക്കും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളി ചേർക്കും, ഉള്ളിയും പച്ചമുളകും. അപ്പോൾ ഈ പാവയ്ക്ക പതിയെ പിഴിഞ്ഞിട്ടാണ് ചേർക്കുക, കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗുണം പോകും എന്നുള്ളവർ എങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലിടും. ഉപ്പ് ഇട്ട് പിഴിഞ്ഞ് വെച്ചാരണം, പിന്നെ അതിനകത്ത് പിന്നെ ഉപ്പിടണ്ട. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പം ലാസ്റ്റ് നമ്മൾ തേങ്ങ ചേർത്തിങ്ങെടുക്കും, അത്രയേ ഉള്ളൂ. അന്നേരത്തേക്കും ബിനുവേട്ടൻ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അച്ചുകൂട്ടം വന്നിരുന്ന ചാമ്പങ്ങ തിന്ന ഭാഗമാണ്. അച്ചുവിന് ഇന്നലെ ഞാൻ ചാമ്പങ്ങ പറിച്ചു കൊടുത്താ കേട്ടോ.
അനിയൻ്റെ ചേട്ടന് ഭയങ്കര കൂട്ടാണ്, ഭയങ്കര കൂട്ടം. അലമ്പാണെങ്കിൽ ഉണ്ടല്ലോ രണ്ടും കൂടെ പൊരിഞ്ഞടിയായിരിക്കും. അപ്പോൾ അച്ഛൻ ഇരുന്ന് കഴിക്കുകയാണ് ചാമ്പങ്ങ. ഈ സമയത്ത് ധ്യാനൂട്ടൻ്റെ പരിപാടി കണ്ടോ, ഇവിടെ എന്താ ഓസൊക്കെ കുത്തിയിട്ട് എന്തൊക്കെയോ പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരവിടെ നിൽക്കണുണ്ട്. അപ്പോൾ ഞാനൊരു ചാമ്പങ്ങ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നതാണ് കഴിക്കാനായിട്ട്. അവന് കൊടുക്കാൻ പറഞ്ഞു, അവൻ എന്ത് ഇതാ വേണ്ട. അപ്പോൾ പിന്നെ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുക്കൂട്ടനാണെങ്കിൽ ഇന്ന് അമ്മ ചാമ്പങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചാമ്പങ്ങ അച്ചുക്കൂട്ടനും കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ചുക്കൂട്ടനും കൂടെ അവിടെ ഇരുന്ന് ചാമ്പങ്ങ തന്നെയാണ്. ധ്യാനൂട്ടൻ ചാമ്പങ്ങ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ ഓരോന്ന് പറിച്ച് അച്ചുവിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ് മക്കൾ രണ്ടുപേരും. സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ റെഡിയായി നിൽക്കുവാണ് കേട്ടോ. 3 മണിയാകുമ്പോഴത്തേനും പോകണമെന്നൊക്കെ ഓർത്തു. പക്ഷേ 3 മണിയായപ്പോഴൊന്നും പോക്ക് നടന്നില്ല. 3:45 കഴിഞ്ഞ പിന്നെ 3:30 ആയിരുന്നു പോയപ്പം. പിന്നെ ഈ വെള്ളൂർ എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അവിടേക്ക് മാലയിട്ട് മലയ്ക്ക് പോകണവർക്ക് തന്നെ മാലയിട്ട് അവിടെ ഇരുമുടി കെട്ടുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ് അമ്പലം തൊഴുതിട്ട്. അപ്പോൾ മകരവിളക്കിന് മാസത്തിലൊരിക്കൽ 1-ാം തീയതിയൊക്കെ അവിടെ നട തുറക്കുള്ളൂ, എന്നും പൂജയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വൃശ്ചികം 1-ന് പോയത്, ഇപ്രാവശ്യം നമ്മൾ മകരവിളക്കിനെ പോയത്. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ പുഴയുടെ ഇവിടെ വന്നപ്പോൾ കുറേ വീഡിയോ പിടിച്ചായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പുഴ ഇതാണ്, വെള്ളം പോകണം. ഒത്തിരി വെള്ളമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഭാഗം. ചുമ്മാ അങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്